അഴിമതി കേസിൽ ജാമ്യം ലഭിച്ചതിന് പിറകെ ഡിഎംകെ നേതാവിനെ മന്ത്രിയായി തിരിച്ചെടുത്തതിൽ അതൃപ്തിയും ആശ്ചര്യവും പ്രകടിപ്പിച്ച് സുപ്രീം കോടതി. അഴിമതി കള്ളപ്പണ ഇടപാടുകളിൽ അറസ്റ്റിലായ സെന്തിൽ ബാലാജിയാണ് ജാമ്യം ലഭിച്ചതിന് പിറകെ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാർ മന്ത്രിയായി തിരിച്ചെടുത്തത്. അഴിമതി കള്ളപ്പണ ഇടപാട് അനധികൃത നിയമനം തുടങ്ങി ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ജാമ്യം ലഭിച്ച ഉടൻ തന്നെ സെന്തിൽ ബാലാജിയെ തമിഴ്നാട്ടിൽ മന്ത്രിസഭയിൽ തിരിച്ചെടുത്തതിൽ സുപ്രീം കോടതി ആശ്ചര്യം പ്രകടിപ്പിച്ചു. ഇത്രയധികം കേസുകളിൽ നിയമ നടപടി നേരിടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മന്ത്രി എന്ന നിലയിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാകുമെന്ന് കോടതി ചോദിച്ചു. ഞങ്ങൾ ജാമ്യം നൽകിയതിന്റെ പിറകെ നിങ്ങൾ മന്ത്രിയായി ചുമതലയേറ്റത് എങ്ങനെ ന്യായീകരിക്കുമെന്നും ഇത് കേസിലെ സാക്ഷികൾക്ക് മേൽ സമ്മർദ്ദം സൃഷ്ടിക്കുമെന്നും സുപ്രീം കോടതി വിമർശിച്ചു. ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ സെന്തിൽ ബാലാജിയോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേസ് പരിഗണിക്കുന്നത് കോടതി മാറ്റിവെച്ചത്. സെന്തിൽ ബാലാജിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയും കോടതിയുടെ പരിഗണനയിലുണ്ട്. വൈദ്യുതി ഗതാഗത വകുപ്പുകളുടെ ചുമതല വഹിച്ചിരുന്ന മന്ത്രിയായിരുന്ന സെന്തിൽ ബാലാജി നിയമനത്തിന് കൈക്കൂലി, കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാട്, തമിഴ്നാട് പവർ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോർപ്പറേഷന്റെ കരാർ ഇടപാടുകളിലെ ക്രമക്കേട് തുടങ്ങി നിരവധി ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഇടപെട്ടുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ചെന്നൈ ഉൾപ്പെടെ 40ഓളം സ്ഥലങ്ങളിൽ അന്വേഷണ സംഘം തുടർച്ചയായി പരിശോധന നടത്തിയാണ് തെളിവുകൾ ശേഖരിച്ചത്. ഈ കേസുകളിൽ ജാമ്യം ലഭിച്ചതിന് പിറകെയാണ് ക്യാബിനറ്റ് റാങ്കോടെ സെന്തിൽ ബാലാജിയെ സ്റ്റാലിൻ മന്ത്രിസഭയിൽ തിരിച്ചെടുത്തത്. ജനം, ഡൽഹി.